ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മുടെ റേഡിയോ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മുടെ കെമിസ്ട്രിയിലെ 3 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തത് കവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചാപ്റ്റർ ഫസ്റ്റ് ആണ് പഠിച്ചായിരുന്നു. ചാപ്റ്റർ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ഓക്കെ, ഇനി ഇതിനെല്ലാം മുന്നെയാണ് നമ്മൾ എന്ത് പഠിച്ചത്, 4ാമത്തെ ചാപ്റ്റർ കാർബണാറ്റിക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്ത് കവർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 അതായത് 3ാമത്തെ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. അതായത് നമുക്കിത് എന്താണ് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അതായത് 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാനായിട്ട് പോകുന്നത്. മൊത്തം നമുക്ക് 5 ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമ്മൾ 3 ചാപ്റ്റർ കവർ ചെയ്തു. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാപ്റ്റർ 3. ഓക്കെ, ചാപ്റ്റർ 3 എന്താണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്താണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ ഈ ചാപ്റ്ററിലും നമുക്ക് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് ചാപ്റ്റർ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെറ്റൽസും നോൺ മെറ്റൽസും എന്താണ്, മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികൾ എന്താണ്, നോൺ മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികൾ എന്താണ് എന്നൊക്കെ ഈ ചാപ്റ്ററിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പഠിക്കുന്നത് മെറ്റൽസിനെ പറ്റിയാണ്, നോൺ മെറ്റൽസിനെ പറ്റിയല്ല. നോൺ മെറ്റൽസിനെ പറ്റി നമുക്ക് അധികം ഈ ചാപ്റ്റർ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമേ പഠിക്കാനുള്ളൂ. നോൺ മെറ്റൽസിന്റെ റിയാക്ഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, മെറ്റൽസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, അല്ലെങ്കിൽ എന്താ പിന്നെ അതുപോലെ തന്നെ സ്റ്റീമുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഫോം ചെയ്യും, എന്താ പ്രശ്നം ഉണ്ടാവുക. മാത്രമല്ല അയോണിക് ബോണ്ട് എന്താണ്, മെറ്റാലിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, അയോണിക് ബോണ്ട് എന്താണ്, അയോണിക് ബോണ്ട് ഫോർമേഷൻ എങ്ങനെയാണ്, അയോണിക് സോൾട്സ് എങ്ങനെ ഫോം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും ഈ ചാപ്റ്റർ പഠിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് മെറ്റലർജി എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. അതായത് നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ ഒരുപാട് മെറ്റൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവയെല്ലാം എന്ത് ചെയ്യണം, കണ്ടെത്തി ശേഖരിച്ച് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക എന്നൊരു പ്രോസസ്. ഓക്കെ, അപ്പം ആ പ്രോസസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ചാപ്റ്റർ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ എന്ത് ചെയ്യും കഴിയും, ഫിനിഷ് ആവും. ഓക്കെ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററുമാണ്. ഇതിൻ്റെ പകുതി പോർഷൻസ് നമ്മുടെ CBSE ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് ക്ലാസ് നഷ്ടമായതിൻ്റെ പേരിൽ ഒരുപാട് അതായത് ഈ ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടി ചേർത്ത് തന്നെ എന്ത് ചെയ്യാം പഠിച്ചു പോകാം. ആ ഒഴിവാക്കിയ പോർഷൻസ് പറയുമ്പോൾ അത്രയും വലിയ പോർഷൻസ് ഒന്നുമില്ല, കുറച്ച് പോർഷൻ ഒഴിവാക്കിയിട്ടുള്ളൂ. അത് നമുക്ക് പഠിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിലേക്ക് ആദ്യം പറയുന്നത് മെറ്റൽസ് എന്താണ്, നോൺ മെറ്റൽസ് എന്താണ് എന്ന് പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മെറ്റൽസ് നോൺ മെറ്റൽസ് എന്താണെന്ന് അറിയാം. ആക്ച്വലി നമുക്ക് പറയാം പല ടൈപ്പ് മെറ്റീരിയൽസ് നമ്മുടെ ചുറ്റുപാടുണ്ട്, പല ടൈപ്പ് സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം. നമ്മൾ കെമിസ്ട്രി പഠിക്കില്ല, നമുക്ക് എലമെന്റ്സ് എന്ന് പറയാം, പല ടൈപ്പുള്ള എലമെന്റ്സ്. അപ്പോൾ ഈ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നടക്കുമ്പോൾ ഇവർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും എന്ത് ചെയ്യുക മാറ്റുക എന്നാണ്. അതായത് മെറ്റൽസിനെ എന്ത് ചെയ്യുക അങ്ങോട്ട് മാറ്റുക, നോൺ മെറ്റൽസിനെ എന്ത് ചെയ്യാം മാറ്റി. അതായത് മെറ്റൽസും നോൺ മെറ്റൽസുമായിട്ട് എന്ത് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുള്ള കെമിസ്ട്രി ആയാലും ഫിസിക്സിലായാലും ഏതിലായാലും നമുക്കിപ്പോൾ ഒരു സബ്സ്റ്റൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ എന്ത് ചെയ്യും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് അതായത് എലമെന്റ്സിനെയൊക്കെ ഫസ്റ്റ് കാറ്റഗറിയിൽ അതായത് വേർതിരിവ് തുടങ്ങിയ എന്തിന്റെ ബേസിലാണ്, മെറ്റൽസും നോൺ മെറ്റൽസും എന്ന ബേസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അതേ പ്രോപ്പർട്ടി തന്നെയാണ്, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അതേ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാം കടക്കാം. അതുവഴി തന്നെയാണ്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെറ്റൽസ് എടുക്കുക. മെറ്റൽസ് ഓക്കെ, മെറ്റൽസിന് എക്സാമ്പിൾ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം മെറ്റൽസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ
അതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിക്കും. എക്സാമ്പിൾ കൺസിഡർ മെറ്റൽസിന്റെ ഫിസിക്കലി ഒരു അപ്പിയറൻസ് നിങ്ങൾ പറഞ്ഞു. മെറ്റൽസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്താ നമുക്കിപ്പോൾ ഒരു മെറ്റൽ എടുക്കുമ്പോൾ അതിൽ കാണാൻ പറ്റുന്ന എന്താണ്? യെസ്, ഷൈനിയാണ് അല്ലേ? ലെയർ എന്താണ്? ഷൈനിയാണ്, നല്ല തിളക്കമുള്ളതാണ്. അപ്പൊ മെറ്റൽസിന് ഈ നല്ല തിളക്കമുള്ള ഈ പ്രോപ്പർട്ടിനെ നമ്മൾ പറയും ലസ്ട്രസ് എന്ന് പറയും. എന്ത് പറയും? ലസ്ട്രസ്. അപ്പൊ മെറ്റൽസിന്റെ ആ ഒരു തിളക്കം തരുന്നതിന് നമ്മൾ എന്ത് പറയും? ലസ്ട്രസ്. അപ്പൊ മെറ്റൽസ് ആർ ലസ്ട്രസ്. ഓക്കെ, ഇനി നമുക്കറിയാം മെറ്റൽസിന് എന്തുണ്ട്? മെറ്റൽസ് പറയാൻ കുറച്ച് സ്ട്രോങ് ആണ് അല്ലെ? നല്ല കാഠിന്യമുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദേ ആർ റിജിഡ് എന്ന് പറയാം. റിജിഡ് ആണ്. ഓക്കെ, റിജിഡ് ആണ്. പേരെന്ത് പറയണം? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാ, നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും അധികം ഞാൻ ചോദിക്കാറില്ല. ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി പറയാം. അടുത്തെന്താ? മാലിയബിലിറ്റി എന്നൊരു പ്രോപ്പർട്ടി. മാലിയബിലിറ്റി എന്താ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മാലിയബിലിറ്റി? യെസ്, നമുക്ക് മെറ്റൽസിനെ തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? തിൻ ഷീറ്റുകളാക്കി എന്ത് ചെയ്യാൻ പറ്റും? അടിച്ച് പരത്തി എടുക്കാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത പ്രോപ്പർട്ടി ഉണ്ട് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ ആണെന്ന് പറയാം. ഡക്റ്റൈൽ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒന്നുമില്ല, നമുക്ക് ഈ മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? തിൻ വയറുകളാക്കി മാറ്റാൻ പറ്റും. തിൻ വയേഴ്സ് ആക്കി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് ഡക്റ്റൈൽ അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഈ കാര്യം മെറ്റൽസ് എന്ത് ചെയ്യും? കൂട്ടിമുട്ടുമ്പോൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്ത് ചെയ്യും? മറ്റൊരു വസ്തുവുമായിട്ട് എന്ത് ചെയ്യാം? തട്ടിമുട്ടുമ്പോൾ എന്ത് പറ്റും? സൗണ്ടുകൾ എന്ത് ചെയ്യും? ഫോം ചെയ്യാം. അതായത് കൂട്ടിമുട്ടുമ്പോൾ എന്ത് ചെയ്യും? സൗണ്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മൾ എന്താ പറയുന്നത്? സൊണോറസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സൊണോറസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. പ്രധാനമായിട്ടും പറയേണ്ടതാ മെറ്റൽസ് ഒരു ഷൈനി നേച്ചർ ഉണ്ടാകുന്നില്ല. സ്ട്രെസ് റിജിഡ് ആണ്, ഒരു ഫിക്സഡ് ഷേപ്പ് ആണ്. നോൺ മെറ്റൽസിന് എല്ലാത്തിനും ഫിക്സഡ് ഷേപ്പ് ഇല്ല എന്നല്ല. ഓക്കെ, അടുത്ത മാലിബിൾ ആണ്. മാലിബിൾ എന്ന് പറയുമ്പോൾ തിൻ ഷീറ്റാക്കി എന്ത് ചെയ്യാൻ പറ്റും? അടിച്ച് പരത്താൻ പറ്റും. പിന്നെ ഡക്റ്റിലിറ്റി, ഡക്റ്റൈൽ ആണ്, തിൻ വയറുകളാക്കി മാറ്റാൻ പറ്റും. പിന്നെ സോണോറസ്, സൗണ്ട് പ്രൊഡ്യൂസിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെറ്റൽസിന് അറിയുന്നത്. അപ്പോൾ നോൺ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, ഫിസിക്കലാണ് കേട്ടോ. ഫിസിക്കൽ നമ്മൾ പഠിക്കും. ഇത് സോറി കെമിക്കൽ നമ്മൾ പഠിക്കും. ഇത് ഫിസിക്കലാണ്. അപ്പൊ ഇവിടെ നോൺ മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞേ എങ്ങനെ പറയാം? എല്ലാം എന്ത് തിളക്കമുള്ളവയല്ല. ഓക്കെ, അപ്പൊ എന്താണ്? നോട്ട് ലസ്ട്രസ്. നോട്ട് ലസ്ട്രസ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാത്തിനും ഫ്രണ്ടിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഫ്രണ്ടിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോൺ മെറ്റൽസ് ആയില്ലേ? അതായത് നമുക്ക് നോൺ ലസ്ട്രസ്, തിളക്കമുള്ളവയല്ല എന്ന് വെച്ചാൽ എല്ലാം തിളക്കമില്ലാത്തവയെന്നല്ല. കുറച്ച് എക്സെപ്ഷൻസും ഉണ്ട്. ചില ഒരു പ്രത്യേക പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ പഠിക്കും. ഇത് നമുക്ക് റിജിഡ് ആണോ? എല്ലാത്തിനും റിജിഡ് ആണോന്നില്ല. നോട്ട് വരുന്നത് റിജിഡ് നമുക്ക് എഴുതാം. നോട്ട് റിജിഡ്. ഇനി അടുത്തതോ മാലിയബിൾ ആണോ? നോട്ട് മാലിയബിൾ. ഓക്കെ, നോട്ട് മാലിയബിൾ. അടുത്ത ഡക്റ്റിലിറ്റി, നോട്ട് ഡക്റ്റൈൽ. സോണോറസ് അല്ല, ദേ ആർ നോട്ട് സോണോറസ്. നോട്ട് ഇതാണ് കൊടുത്തത്. നോട്ട് ഇവിടെ സോണോറസ്. നോട്ട് ഡക്റ്റൈൽ, നോട്ട് മാലിയബിൾ. ഇത്രയും കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മൾ കുഞ്ഞു ക്ലാസ് പഠിക്കുന്നതായിരുന്നു. അപ്പൊ ജസ്റ്റ് ആണ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മിസ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്താണ്? ഷൈനിയാണ്, റിജിഡ് ആണ്, മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, സോണോറസ് ആണ്. ഏത്? മെറ്റൽസ്. ഇതൊന്നും അല്ല നോൺ മെറ്റൽസ്. അപ്പൊ ഇനി എന്താണ് മെറ്റൽസ് എന്ന് നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് which have lustrous, rigid, malleability, ductility and sonorous are categorized to as metals. അതായത് ഇത്രയും പ്രോപ്പർട്ടി കാണിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറ്റൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോൺ മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടി ആണ്. അതായത് എന്താണ്? They are not lustrous, rigid, not malleable, not ductile, not sonorous ആയിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ഒന്നും കാണിക്കാത്ത കുറച്ച് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ മെറ്റൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെറ്റൽസും നോൺ മെറ്റൽസും കാണിക്കുന്ന കുറച്ച് എക്സെപ്ഷൻസ്. ചില മെറ്റൽസ്, അതായത് ചില മെറ്റൽസ്
നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടി കാണിക്കും, ചില നോൺ മെറ്റൽസ് എന്ത് ചെയ്യും, മെറ്റൽസിന്റെ പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ ആദ്യം ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം മെറ്റൽസ് എല്ലാം തമ്മിൽ റിജിഡ് ആണ്, ലസ്ട്രസ് ആണ്, സോണറസ് ആണ്, മാലബിൾ ആണ്, ഡക്റ്റൈൽ. അതുപോലെ തന്നെ നോൺ മെറ്റൽസ് എല്ലാം എന്താണ്, നോൺ ലസ്ട്രസ് ആണ്, സോണറസ് അല്ല, മാലബിൾ അല്ല, ഡക്റ്റൈൽ അല്ല എന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അതായത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ, അതായത് കുറച്ച് എല്ലാ മെറ്റൽസും റിജിഡ് ആണെങ്കിലും നമ്മുടെ മെർക്കുറി എന്ന് പറയുമ്പോൾ നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ എന്താണ്, ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, മെർക്കുറി ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, നമ്മുടെ എല്ലാ മെറ്റൽസും തന്നെയാണ് റൂം ടെമ്പറേച്ചറില് സോളിഡ് സ്റ്റേറ്റിലാണ് സാധാരണ കാണപ്പെടുന്നത്. പക്ഷേ മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. പക്ഷെ മെർക്കുറി എന്ന് പറയുന്നത് എന്തായിരിക്കും, റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ മെറ്റൽസിനും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹൈ ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ഗാലിയം കേട്ടോ, ഗാലിയത്തിനും സീഷ്യത്തിനും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമ്മുടെ ഗാലിയത്തിനും സീഷ്യത്തിനും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗാലിയവും സീഷ്യവും എടുത്ത് നമ്മുടെ കൈകളിൽ നമ്മുടെ പാമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, മെൽറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗാലിയത്തിനും സീഷ്യത്തിനും എന്താണ്, വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബാക്കിയുള്ള എല്ലാ മെറ്റൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗാലിയത്തിനും സീഷ്യത്തിനും എന്താണ്, വളരെ ലോ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെർക്കുറിയുടെ കാര്യം ഞാൻ പറഞ്ഞു, മെർക്കുറി ഈസ് എ മെറ്റൽ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഇവിടെ നിന്നെല്ലാം നമുക്ക് ഒരു 1 മാർക്കിലേക്കാണ് സാധാരണ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ബ്രില്യൻസിന്റെ എക്സാം ആയതുമ്പോഴും സാധാരണ 1 മാർക്കിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ഏരിയയിൽ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത പറയുന്നത് നമ്മുടെ അയഡിൻ. ഓക്കെ, അയഡിൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്. എന്താണ്, നോൺ മെറ്റൽ ആണ്. അയഡിൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്. പക്ഷേ അയഡിൻ ഹാസ് എന്താണ്, ലസ്ട്രസ് അല്ലെങ്കിൽ ഷൈനിങ് നേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കണം നമ്മുടെ അയഡിൻ നോൺ മെറ്റൽ ആണ് എങ്കിലും അയഡിൻ എന്തുണ്ട്, ഒരു മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, ഒരു നല്ലൊരു തിളക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഡയമണ്ടിന്റെയും ഗ്രാഫൈറ്റിന്റെയും കാര്യമാണ്. ഡയമണ്ടും ഗ്രാഫൈറ്റ്. ഓക്കെ, ഡയമണ്ട് എന്ന് പറയുന്നതും ഗ്രാഫൈറ്റ് എന്ന് പറയുന്നതും കാർബൺ കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളാണ്. ഓക്കെ, ഡയമണ്ടും ഗ്രാഫൈറ്റും എന്ത് തന്നെയാണ്, കാർബൺ കൊണ്ട് നിർമ്മിതമായതാണ്. പക്ഷേ ഡയമണ്ടിന്റെ നിന്നും വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഗ്രാഫൈറ്റ് കാണിക്കുന്നത്. ഡയമണ്ടിന്റെ ഗ്രാഫൈറ്റിന്റെ കാര്യം നമ്മൾ കാർബണേറ്റ് കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ പറയാം. ഓക്കെ, നോക്കാം. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്, നമുക്കറിയാം, നോൺ മെറ്റലുമാണ്. അപ്പോൾ നോൺ മെറ്റൽസ് സാധാരണ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാറില്ല. പക്ഷേ ഗ്രാഫൈറ്റിന്റെ കേസിൽ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടർ ആണ് ഗ്രാഫൈറ്റ്. ഓക്കെ, പിന്നെ പറയുമ്പോൾ ഡയമണ്ട് ആണത് കാർബണിന്റെ പ്യൂറസ്റ്റ് ഫോമും, ഗ്രാഫൈറ്റ് അത്ര പ്യൂർ അല്ല, കാർബണിന്റെ ഫോമാണ്. ഓക്കെ, ഗ്രാഫൈറ്റ് കാര്യം എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത കാര്യം പറയുമ്പോൾ നമുക്ക് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കാര്യം പറയാം. സോഡിയവും പൊട്ടാസ്യം എന്നൊക്കെ പറയാൻ നമുക്ക് അറിയാം എന്താണ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണല്ലോ അല്ലേ. എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പം ആരുമായിട്ടും പെട്ടെന്ന് വളരെ വിഗ്രസ് ആയിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യാൻ പറ്റുന്ന എലിമെന്റ്സ് ആണ് സോഡിയം പൊട്ടാസ്യം. അപ്പൊ ഈ സോഡിയം പൊട്ടാസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹൈ റിയാക്റ്റീവ് ആണ് മെറ്റൽ ആണെങ്കിലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. Can be cut with a knife.
അതായത് ഒരു പിച്ചാത്തി കൊണ്ടോ നൈഫ് കൊണ്ടോ സിസർ കൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻ ആയിട്ട് പറയാം. നമ്മൾ അതിനകത്ത് ആദ്യം പറഞ്ഞത് മെർക്കുറിയുടെ കാര്യം. മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡ്, ഒരു മെറ്റലാണ്, ലിക്വിഡ് ആയിട്ട് റൂം ടെമ്പറേച്ചർ. ഇനി അതുപോലെ ഇവിടെ മെർക്കുറി മെറ്റലാണല്ലോ അല്ലേ, മെറ്റലാണ്, ലിക്വിഡ് റൂം ടെമ്പറേച്ചർ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുവാണ്, ബ്രോമിന്റെ കാര്യം കൊണ്ടുവരുവാണേ. ബ്രോമിൻ. ഓക്കെ, ബ്രോമിൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്. ബ്രോമിൻ എന്ന് പറയുന്നത് എന്താണ്, നോൺ മെറ്റൽ ആണ്. അതും എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ഏതാണ്, ബ്രോമിൻ. അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതായത് ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രോമിൻ ആണ്. ഓക്കെ, അതുപോലെ ഗാലിയം സീഷ്യവും ലോ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഗാലിയത്തിനും സീഷ്യത്തിനും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഐഡന്റിറ്റി കാര്യം പറയുമ്പോൾ ലസ്ട്രസ് മെറ്റൽ ഹാവിംഗ് നോൺ മെറ്റൽ ഹാവിംഗ് മെറ്റാലിക് ലസ്റ്റർ. അടുത്ത ഡയമണ്ടിക് ഗ്രാഫൈറ്റ്. ഡയമണ്ടിക് ഗ്രാഫൈറ്റ് ഇന്റർലി ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ്. ഗ്രാഫൈറ്റിന്റെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അതുപോലെ സോഡിയം പൊട്ടാസ്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽസുമാണ്. അപ്പോൾ ഇത്തരമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന എക്സെപ്ഷൻ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിന് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും കുറച്ച് എക്സെപ്ഷൻസ്, കുറച്ച് എലമെന്റ്സ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് നമ്മളിവിടെ പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. അപ്പോൾ അതാണ് നമ്മുടെ ചാപ്റ്ററിനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന പ്രോഡക്ട്സുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. അതായത് നമുക്ക് പറയാം കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ അതായത് നമ്മുടെ മെറ്റൽസ് ഓരോ ടൈപ്പ് സബ്സ്റ്റൻസും, അതായത് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ, അതുപോലെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ, വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു നമുക്ക് നോൺ മെറ്റൽസിന്റെ കാര്യം നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ആദ്യം പറയാനെന്ന് പറയുന്നത് മെറ്റൽസും ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക, നമ്മൾ ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് പഠിച്ചതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ഫോർമുല എഴുതി നമുക്ക് പഠിക്കാം. മെറ്റൽസ് പ്ലസ് ഓക്സിജൻ gives metal oxide. അപ്പൊ നോക്കുക, മെറ്റൽസും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെറ്റൽസിന്റെ ഓക്സൈഡ് നമുക്ക് ഫോം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എഴുതാം മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ. മഗ്നീഷ്യം ഓക്സിജൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യും, മഗ്നീഷ്യം ഓക്സൈഡ്. റിയാക്ഷൻ ബാലൻസ്ഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിയാക്ഷൻ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അലുമിനിയത്തിന്റെ ഓക്സൈഡ് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമല്ല, നമ്മൾ ഏത് ടൈപ്പ് മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, മെറ്റൽ ഓക്സൈഡ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുക, നമുക്കറിയാം, ഞാൻ കുഞ്ഞു ക്ലാസ് പറഞ്ഞതാണ്, അതായത് നമ്മുടെ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ മെറ്റൽസിന്റെ ഓക്സൈഡുകൾ എല്ലാം തന്നെ ബേസിക് നേച്ചർ ആയിരിക്കും. ഇത് നേച്ചർ ആയിരിക്കും, ബേസിക് നേച്ചർ. ഓക്കെ, നമ്മുടെ മെറ്റൽസിന്റെ ഓക്സൈഡുകളെല്ലാം എന്ത് നേച്ചർ ആയിരിക്കും, ബേസിക് നേച്ചറുള്ളതായിരിക്കും. അതുപോലെ നോൺ മെറ്റൽസിന്റെ ഓക്സൈഡുകളെല്ലാം തന്നെ അസിഡിക് നേച്ചർ ആയിരിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് മെറ്റാലിക് ഓക്സൈഡ്, അതുപോലെ നോൺ മെറ്റാലിക് ഓക്സൈഡ്. ഓക്കെ, മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറും അതുപോലെ നോൺ മെറ്റാൽസിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചറും. ഓക്കെ, അപ്പോൾ മെറ്റൽസിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറും നോൺ മെറ്റൽസിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, അസിഡിക് നേച്ചറുമാണ്. ഈ കാര്യം നിങ്ങൾ എന്താണ് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇതൊക്കെ പല സ്ഥലത്തും, അതായത് നമ്മുടെ ചാപ്റ്ററുടനീളം നമുക്ക് ഈ ചാപ്റ്റർ മാത്രമല്ല പല ചാപ്റ്ററായിട്ടും ഈ അങ്ങോട്ടുള്ള നിങ്ങളുടെ ഓരോ പഠനത്തിനും ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമ്മുടെ എൻട്രൻസ് ഓറിയന്റഡ് എക്സാംസ് എഴുതുമ്പോഴും ഈ ഒരു അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നിങ്ങൾ നോക്കുക മെറ്റൽസ് ഓക്സിഡേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ് ഇല്ല. മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറാണ്, നോൺ മെറ്റൽസ് ഓക്സൈഡ് അസിഡിക് നേച്ചറാണ്. പിന്നെ പറയണം. അപ്പോൾ അതിനൊരു റിയാക്ഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മെറ്റൽസിന്റെ ഓക്സൈഡ് എല്ലാം ബേസിക് നേച്ചറാണ്. പക്ഷെ ചില മെറ്റൽസിന്റെ ഓക്സൈഡുകൾ അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും കാണിക്കാറുണ്ട്. ഓക്കെ, അതായത് ചില മെറ്റൽസിന്റെ ഓക്സൈഡുകൾ, മെറ്റൽസിന്റെ ഓക്സൈഡ് എല്ലാം ബേസിക് നേച്ചർ ആണല്ലോ കാണിക്കേണ്ടത്, പക്ഷെ ചില മെറ്റൽസിന്റെ ഓക്സൈഡുകൾ അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റൽ ഓക്സൈഡുകളെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ഓക്കെ, അപ്പോൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ്സ് ഷോയിങ് ബോത്ത് ദ characteristic property of അല്ലെങ്കിൽ both the properties of both the characteristics of basic and acidic substance. അതായത് അസിഡിക് സബ്സ്റ്റൻസിന്റെയും ബേസിക് സബ്സ്റ്റൻസിന്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന ഓക്സൈഡുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് നമ്മൾ വീണ്ടും പറയാം. ഓക്കെ, അതായത് നമുക്ക് പറയാം ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് നമുക്ക് പറയാം. ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് എഴുതാം അലൂമിനിയം ഓക്സൈഡ് എഴുതാം, സിങ്ക് ഓക്സൈഡ്, ഇവയെല്ലാം എന്ത് തന്നെയാണ് ആംഫോട്ടറിക് ഓക്സൈഡുകളാണ്. ഓക്കെ, അതായത് they react with both acids and as well as base. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞത് മെറ്റൽസും ഓക്സിജനോടുള്ള റിയാക്ഷൻ. മെറ്റൽസ് ഓക്സിജനോട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റൽ ഓക്സൈഡ് ആണ് മെറ്റൽ ഓക്സൈഡ് ബേസിക് നേച്ചർ. പിന്നെ ചില മെറ്റലിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും കാണിക്കും. അങ്ങനെയുള്ള ഓക്സൈഡുകളെ നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമായി നമ്മളിവിടെ പഠിക്കുന്നത് അലൂമിനിയത്തിന്റെ ഓക്സൈഡും സിങ്കിന്റെ ഓക്സൈഡും ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ എൻട്രൻസ് എഴുതുമ്പോൾ ചോദിക്കാം, നമുക്ക് എൻട്രൻസിന്റെ എക്സാം എഴുതുമ്പോൾ ചോദിക്കാം, റിലയൻസിന്റെ ഒക്കെ എൻട്രൻസ് എക്സാം ചോദിക്കാം, തന്നിരിക്കുന്ന വിച്ച് ഓൺ ഓഫ് ദി ഫോളോയിങ് ആർ ആംഫോട്ടറിക് ഓക്സൈഡ്സ് നോക്കാം. അതായത് താഴെ തന്നിരിക്കുന്നവർ ഏതൊക്കെ ആംഫോട്ടറിക് ഓക്സൈഡുകളാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഓപ്ഷൻ നോക്കണം. ഓപ്ഷൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, അലൂമിനിയത്തിന്റെ ഓക്സൈഡോ സിങ്കിന്റെ ഓക്സൈഡോ ഉണ്ടെങ്കിൽ ഉറപ്പായും അതായിരിക്കും ഉത്തരം. അതായത് ആംഫോട്ടറിക് ഓക്സൈഡ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അലൂമിനിയത്തിന്റെ ഓക്സൈഡോ സിങ്കിന്റെ ഓക്സൈഡോ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അവ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഇതിന്റെ റിയാക്ഷൻ ആംഫോട്ടറിക് ഓക്സൈഡ് ഒരു രണ്ട് റിയാക്ഷൻ ഉണ്ട് നോക്കാം. അതായത് ആസിഡുമായിട്ടുള്ള റിയാക്ഷനും ബേസുമായിട്ടുള്ള റിയാക്ഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ നോക്കുക, നമുക്ക് ആംഫോട്ടറിക് ഓക്സൈഡ് ആദ്യം നമുക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ആസിഡുമായിട്ട് പ്ലസ് HCl ആസിഡാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് ആസിഡാണ്, എക്സൈൽ ആസിഡാണ്. ആസിഡ് ഉള്ളപ്പോൾ നമ്മുടെ അലുമിനിയത്തിന്റെ ഓക്സൈഡ് എന്താണെന്ന് അറിയാമോ? ഇവിടെ അത് ബേസിക് ആയിട്ട് ബേസിക് ആയിട്ട് ബേസിക് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ് പ്ലസ് ബേസിക് യൂസ് എന്താണ്? സോൾട്ട് പ്ലസ് വാട്ടർ ആണല്ലോ. നമുക്ക് അത് എന്താ AlCl3 പ്ലസ് H2. ഓക്കെ, ഇതാണ് അവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് അതേപോലെ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് Al2O3 ബേസുമായിട്ട് ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ NaOH ആണ്. അപ്പൊ ഇവിടെ Al2O3 ആക്ട് ചെയ്യുന്ന ആരായിട്ടാണ്? അസിഡിക് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് NaAlO2 പ്ലസ് H2O3. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ എന്താണ് ആസിഡ് ബേസ് റിയാക്ഷൻ? സോൾട്ട് വാട്ടർ ഫോം ചെയ്യും. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ നിങ്ങൾ പഠിക്കാം. ഇത് നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഓക്കെ, എഴുതാൻ പറ്റാവുന്ന റിയാക്ഷനാണ്. അത് ആസിഡ് ബേസ് സോൾട്ട് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ഷൻ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് മതിയാണ് പഠിക്കുന്നത്. എഴുതുമ്പോൾ മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് Al2O3 പ്ലസ് NaOH NaAlO2 പ്ലസ് H2O. അപ്പോൾ ആംഫോട്ടറിക് ഓക്സൈഡ് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പറയാം. എന്താണ് ഓക്സൈഡ്? മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് ഷോസ് ബോത്ത് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി അസിഡിക് ആസ് വെൽ ആസ് ബേസിക് സബ്സ്റ്റൻസ്. അതായത് ആസിഡും ആയിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാവുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ പറയുന്നത് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു ആംഫോട്ടറിക് ഓക്സൈഡ് വരെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ മെറ്റൽസിന്റെ ഓക്സൈഡ് എല്ലാം എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു കാര്യം പറയാനുള്ളത്
നമ്മുടെ എല്ലാ മെറ്റൽസിന്റെ ഓക്സൈഡും വാട്ടറിൽ എന്താവത്തില്ല, ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എല്ലാ മെറ്റൽസിന്റെ ഓക്സൈഡുകളും വാട്ടറിൽ എന്താവത്തില്ല, ഡിസോൾവ് ആവത്തില്ല. വളരെ കുറച്ച് മെറ്റൽസിന്റെ ഓക്സൈഡുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, വാട്ടർ എന്ത് ചെയ്യാറുള്ളൂ, ഡിസോൾവ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് വാട്ടർ ഡിസോൾവ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റൽസ് ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്, ആൽക്കലീസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ അലിയുന്ന, അതായത് വാട്ടർ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള, അതായത് വാട്ടർ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, മെറ്റാലിക് ഓക്സൈഡുകളാണ് എന്ത് ചെയ്യുന്നത്, ആൽക്കലീസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഇത് ആൽക്കലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം വെച്ചാൽ എന്താണ് ആൽക്കലി, എന്താ വാട്ടറിൽ സോൾബിൾ ആയിട്ടുള്ള ബേസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽക്കലി എന്ന് പറയുന്നത്. അപ്പൊ ആൽക്കലി ഉദാഹരണം പറഞ്ഞത് എന്താ തന്നെയാണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ തന്നെയാണ്. അതിനർത്ഥം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യത്തിന്റെയും സോഡിയത്തിന്റെയും ഓക്സൈഡ് എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൽക്കലി. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ഓക്സൈഡായ K2O നമ്മുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് K2O plus H2O gives KOH. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല, നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 2 കൊടുത്താൽ മതിയാവും അല്ലേ, 2 ഹൈഡ്രജൻ 2 പൊട്ടാസ്യം 2 ഓക്സിജൻ, ബാലൻസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് സോഡിയത്തിന് ആകുമ്പോൾ Na2O, സോഡിയത്തിന്റെ ഓക്സൈഡ് പ്ലസ് എന്ത്, വാട്ടർ. ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫോം ചെയ്യും. അതായത് എല്ലാം ഇവിടെ ജസ്റ്റ് പറയേണ്ട വേറെ കാര്യമൊന്നുമില്ല, ഇതൊരു ചെറിയൊരു പോയിന്റ്. എല്ലാ മെറ്റൽസിന്റെ ഓക്സൈഡ് എന്ത് ചെയ്യാറില്ല, വാട്ടറിൽ ഡിസോൾവ് ചെയ്യാറില്ല. ഓക്കെ, എല്ലാ മെറ്റൽസിന്റെ ഓക്സൈഡ് എന്ത് ചെയ്യാറില്ല, വാട്ടറിൽ എന്ത് ചെയ്യാറില്ല, ഡിസോൾവ് ചെയ്യാറില്ല. അപ്പൊ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റൽസ് ഓക്സൈഡ്, മെറ്റലിന്റെ ഓക്സൈഡാണ് എന്ത് ചെയ്യുന്നത്, ആൽക്കലീസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും ഫോർമേഷൻ നമ്മൾ ജസ്റ്റ് പറയാം. ചെറിയ റിയാക്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്തോളൂ, പറയാം അല്ലേ. അപ്പൊ നോക്കുക, പൊട്ടാസ്യം K2O H2O എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയത്തിന്റെ ഓക്സൈഡ് മാറ്റി റിയാക്ഷൻ നമുക്ക് എന്തെങ്കിലും സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് ബാലൻസ്ഡ് അല്ല, നമുക്ക് എന്ത് ബാലൻസ് ചെയ്യാനുണ്ട്. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 കൊടുത്താൽ മതിയാവും അല്ലേ, 2 കൊടുത്തപ്പോൾ ഇതുണ്ടായി ബാലൻസ്. കുഴപ്പമില്ല. അപ്പൊ ഈ റിയാക്ഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കലി ഫോർമേഷൻ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതേ നമുക്ക് എന്ത് ചെയ്യാം, ആസിഡ് ബേസ് ആൻഡ് സോൾട്ടിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ആൽക്കലിയുടെ ഫോർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള റിയാക്ഷൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഓരോ റിയാക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും ഓരോരോ റിയാക്ഷൻ ഉണ്ട്. ആ ഓരോരോ റിയാക്ഷൻ എന്തുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കഴിവതും ആ റിയാക്ഷൻസ് എന്താണ് പഠിച്ചു വെക്കണം. ഓക്കെ ഓക്കെ ഇനി അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് നമ്മുടെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കാര്യം അല്ലേ. ഇത് സോഡിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ സോഡിയവും പൊട്ടാസ്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നൈഫ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ പറയുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഈ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ എന്താണ്, ഹൈലി റിയാക്റ്റീവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സോഡിയം പൊട്ടാസ്യം എന്താണ്, ഹൈലി റിയാക്റ്റീവ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോ ഈ സോഡിയം പൊട്ടാസ്യത്തിനും ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാം, ബേൺ ചെയ്യാൻ തുടങ്ങും. അതായത് വളരെ വിഗറസ് ആയിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യാൻ. അതിന് വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ സോഡിയോ പൊട്ടാസ്യമോ അല്ലെങ്കിൽ സോഡിയോ അല്ലെങ്കിൽ പൊട്ടാസ്യമോ ഏതെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ബേൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലാബിലൊക്കെ നമുക്ക് സോഡിയം കിട്ടും. സോഡിയം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്താൽ സോഡിയത്തിന് മേളിൽ ഒരു കോട്ടിംഗ് ആണ്, ആ കോട്ടിംഗ് ജസ്റ്റ് ഒന്ന് മാറ്റുക. അതായത് കോട്ടിംഗ് പ്രധാനമായിട്ട് കെറോസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓർഗാനിക് സോൾവൻസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അന്ന് റബ്ബ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യും, കത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം. നല്ല എക്സ്പെരിമെന്റ് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ സോഡിയം ഒന്ന് ബേൺ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം അതൊന്നും ഓർമ്മില്ല. സോഡിയം പൊട്ടാസ്യവും എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, വളരെ വിഗ്രസായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുള്ള കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി ഇവരെ കെറോസിനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിപ്പ് ചെയ്ത് സൂക്ഷിച്ചത്. അതായത് മണ്ണെണ്ണയിൽ മുക്കിയാണ് ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന സോഡിയത്തിന്റെ അടുത്ത് ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ആ കെറോസിന്റെ കോട്ടിങ് ജസ്റ്റ് നമ്മൾ തുടച്ച് മാറ്റുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കയ്യിരുന്ന് എന്ത് ചെയ്യും, കത്തും. അല്ലെങ്കിൽ സോഡിയം ഒരു പീസ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഞെക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത്രയും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൊള്ളലെടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സോഡിയം പൊട്ടാസ്യം എന്താണ് വളരെ വികസമായിട്ട് എന്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, കെറോസിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കും. ഓക്കെ. അപ്പൊ ഇനി കുറച്ച് ഇവിടെ കുറച്ച് കാര്യം പറഞ്ഞ കുറച്ച് മെറ്റൽസിന്റെയും അതായത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ ഉണ്ട്. ഇപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനകത്ത് വരുമ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കൂടെ പഠിക്കുന്നതായിരിക്കും വളരെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള അതായത് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് എലമെന്റ്സ് മെറ്റൽസ് ആണ്. അതായത് റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് കുറച്ച് മെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അറേഞ്ച്മെന്റ് അത് ഏറ്റവും ടോപ്പിലുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. താഴോട്ട് വരുന്നവരും റിയാക്ടിവിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ. കുറഞ്ഞു വരും റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് റിയാക്ടിവിറ്റി സീരീസിന്റെ കൂടെ പഠിക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് അത് വേണം. നമ്മൾ നേരെ അടുത്ത് പോകുന്നത് ആനോഡൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ആനോഡൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. ഇവിടെ കുറച്ച് ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അതായത് ഞാൻ പറഞ്ഞ 1-2 പോയിന്റ് ഉണ്ട്. അത് നമ്മൾ റിയാക്ടിവിറ്റി സീരീസിലൂടെ പഠിക്കാം. അപ്പൊ ഇത് നമ്മൾ അടുത്ത് പറയുന്നത് ആനോഡൈസിങ് എന്ന് പറയുന്ന പ്രോസസ്. ആനോഡൈസിങ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് നമ്മുടെ ഈ മെറ്റൽസ് ഒക്കെ അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്ത് കൊറോഷൻ ഒക്കെ സംഭവിക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ടർ ഓഫ് പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അങ്ങനെ നമ്മൾ കൊറോഷൻ എന്ന് പറയും. ഇപ്പൊ കൊറോഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആണ് ആനോഡൈസിങ് എന്ന് പറയുന്നത്. ആനോഡൈസിങ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്കിപ്പോൾ സൂക്ഷിക്കേണ്ട ഏതാണോ, ഇപ്പൊ എന്റെ ഇരിക്കുന്ന മാർക്കറിന് പറയുന്ന ഒരു മെറ്റലാണ് സങ്കല്പിക്കുക. എനിക്ക് ഈ മെറ്റലിനെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാം, അതായത് ഈ മെറ്റലിൽ എന്ത് ചെയ്യരുത്, കൊറോഷൻ നടക്കാതെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ആനോഡൈസ് ചെയ്യുന്ന പ്രോസസ് എനിക്ക് എന്ത് ചെയ്യാം. ആനോഡൈസ് ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്നത് സിമ്പിൾ ഇലക്ട്രോലൈസിസ്, നമ്മൾ നേരത്തെ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ ഞാനൊന്ന് പഠിപ്പിച്ചായിരുന്നു. അപ്പം ഇലക്ട്രോലൈസിസ് ഇനി ഇവിടെയും ഒരു ഇലക്ട്രോലൈസിസ് കൂടെ നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. ഈ ഇലക്ട്രോലൈറ്റ് റീഫൈനിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് വരച്ച് പഠിപ്പിച്ചു തരാം. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ ഈ ആനലൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മെറ്റൽ സർഫസിനകത്ത് എന്താണ് ഒരു അലുമിനിയത്തിന്റെ ഒരു ലെയർ കോട്ടിങ് കൊണ്ടുവരുന്നതിന്, അതായത് കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെറ്റൽ സർഫസിൽ എന്താണ് കോട്ടിംഗ് ഓഫ് അലൂമിനിയം ഓൺ ദി സർഫസ് ഓഫ് എ മെറ്റൽ, അതായത് ഒരു മെറ്റലിന്റെ സർഫസിൽ എന്താണ് അലൂമിനിയത്തിന്റെ ഒരു കോട്ടിംഗ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പറയുന്നത് ആനോഡൈസിംഗ് എന്ന് പറയുന്നത്. ഈ കോട്ടിംഗ് കൊണ്ടുവരുന്ന അലൂമിനിയത്തിന് പകരം അവിടെ സിങ്കിനെ കൊണ്ടുവന്നതിന് അത് ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്താ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ആനോഡൈസിംഗ് എന്ന് പറഞ്ഞൊന്നുമില്ല, മെറ്റൽസിന്റെ സർഫസിലേക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ട് അലൂമിനിയം അലൂമിനിയത്തിന്റെ ഒരു കവറിംഗ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പറയുന്നത് ആനോഡൈസിംഗ് എന്ന് പറയുന്നത്. ഗാൽവനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ അലൂമിനിയത്തിന് പകരം നമ്മുടെ എന്ത് വരെയാണ്, സിങ്ക് വരെയാണ്. ഓക്കെ, അപ്പൊ അലുമിനിയം കൊണ്ടുവരുന്ന ആനോഡൈസിംഗ് അലുമിനിയം കൊണ്ടുവരുന്ന വേറെ ഒന്നുമില്ല. അലുമിനിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അലുമിനിയം പോലുള്ള മെറ്റൽസിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് തന്നെത്താനെ എന്ത് ചെയ്യും, അതായത് അലുമിനിയത്തിനകത്തുള്ള ആറ്റംസ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്ത് അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് എന്ത് ചെയ്യാറുണ്ട്, ഫോം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആനലൈസിംഗ് എന്ത് ചെയ്യുന്നത്, അലൂമിനിയം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആനലൈസിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഗാൽവനൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും എന്ന കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞ പോർഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആനോഡൈസിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് എന്താണ് അലൂമിനിയം ഓൺ ദി സർഫസ് ഓഫ് എ മെറ്റൽ. ആ കാര്യം എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചിരിക്കും. അപ്പൊ ഇത്ര നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് മെറ്റൽസിനകത്ത്, അതായത് റിയാക്ഷൻ വിത്ത് ഓക്സിജനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തമാവാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിക്കണം. അപ്പൊ നമുക്ക് തൽക്കാലം അടുത്ത പോർഷനിലേക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ പറഞ്ഞു, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് വാട്ടർ. ഓക്കെ, അതായത് മെറ്റൽസ് പ്ലസ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മെറ്റലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും. മെറ്റൽ ഓക്സൈഡ് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഇവോൾവ്. അതുപോലെ തന്നെ ഈ മെറ്റൽ ഓക്സൈഡ്
നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ H2 എന്ന് എഴുതണേ, മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യും. മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞു കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പറഞ്ഞത് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്ന റിയാക്ഷൻ വിത്ത് വാട്ടർ ആണ്. മെറ്റൽസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് ഹൈഡ്രജൻ ഗ്യാസും എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതുപോലെ തന്നെ മെറ്റൽ ഓക്സൈഡ് നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യാം? ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ പറയുവാണെങ്കിൽ നമുക്ക് ബാരിയം കൊണ്ടുവരാം. ബാരിയവും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാം. ബാരിയം പ്ലസ് വാട്ടർ യൂസ് എന്താണ്? BaO പ്ലസ് H2. ഇനി നമ്മുടെ ബാരിയത്തിന്റെ ഓക്സൈഡ് BaO പ്ലസ് H2, ബാരിയത്തിന്റെ ഓക്സൈഡ് നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ബാരിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യാം? ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ബാരിയവും വാട്ടർ കഴിക്കുമ്പോൾ ബാരിയം ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, ബാരിയം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബാരിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ നേരത്തെ ഒരു റിയാക്ഷൻ പറഞ്ഞായിരുന്നു. അതായത് മെറ്റൽസ് പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്താണ്? മെറ്റൽ ഓക്സൈഡ് കിട്ടുന്നു നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ രണ്ട് ജനറൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാണ് മെറ്റൽ പ്ലസ് എന്താണ്? വാട്ടർ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. അതുപോലെ മെറ്റൽ ഓക്സൈഡ് നമ്മുടെ വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റൽ ഹൈഡ്രോക്സൈഡ് കിട്ടുമെന്ന് പറയും. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ അതായത് ഈ ജനറൽ റിയാക്ഷൻ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇനി ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം. നമ്മുടെ ഈ സോഡിയം മെറ്റല് പൊട്ടാസ്യം മെറ്റല് ഒരു റിയാക്ഷൻ നമ്മൾ പറയാൻ പോകും. അതായത് നമ്മുടെ സോഡിയം മെറ്റലും പൊട്ടാസ്യം മെറ്റലും മോർ റിയാക്റ്റീവ് ആണെന്ന് ക്ലാസ് തുടങ്ങിയിട്ട് പറയാം അല്ലേ? അപ്പോൾ ഈ സോഡിയം മെറ്റല് നമ്മുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ സോഡിയം അല്ലെങ്കിൽ എന്താണ്? പൊട്ടാസ്യം മെറ്റല്, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റല് ഇപ്പോൾ നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്നത് വളരെ റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ സോഡിയം പൊട്ടാസ്യം എന്താണ്? ഓവർ റിയാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ വിഗറസ് ആയിരിക്കും. അതായത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതായത് വളരെ ഒരു വിഗറസ് റിയാക്ഷൻ ആയിരിക്കും റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യവും നമ്മുടെ വാട്ടറും അല്ലെങ്കിൽ സോഡിയം നമ്മുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? തീ, അതായത് ഫയറും കൂടി എന്ത് ചെയ്യാറുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫയറോട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇത് മെറ്റൽ പ്ലസ് വാട്ടർ ആണ്. നമുക്ക് സാധാരണ കിട്ടേണ്ടത് എന്താണ്? മെറ്റൽസ് പ്ലസ് വാട്ടർ മെറ്റൽ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ പൊട്ടാസ്യം സോഡിയം മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എന്ത് ചെയ്യും? ഫയർ ഫോം ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഓക്സൈഡ് വഴി ആ സോഡിയം ഓക്സൈഡ് കൊണ്ടുവന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് അല്ല നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ സോഡിയം പൊട്ടാസ്യത്തിലാണ് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വളരെ വിഗ്രസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഫയർ കൂടെ എന്ത് ചെയ്യാറുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇനി അപ്പം സോഡിയം പൊട്ടാസ്യം അടുത്ത ഇവരുടെ താഴത്തെ റിയാക്ടിവിറ്റി സീരീസിലേക്ക് വരുന്നത് കാൽഷ്യം പറയുന്നത്. കാൽഷ്യം നമ്മുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കാൽഷ്യം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയത്തിനും പൊട്ടാസ്യത്തിനും അത്ര വളരെ വിഗറസ് റിയാക്ഷൻ അല്ല, വളരെ റിയാക്റ്റീവുള്ള റിയാക്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഫയറും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുക. അതായത് ഇവിടെ തീ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജി ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കാര്യം ഓർക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് അവർ ഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ കാൽഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തീ ഉണ്ടാവുന്നില്ല? അതേസമയത്ത് ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്യും. അതിനുള്ള തീ ഉണ്ടാകുന്ന കാരണം എന്ത് ചെയ്യാം? ഓർമ്മിച്ചിരിക്കുക. കാരണം സോഡിയം പൊട്ടാസ്യത്തിന്റെയും അത്ര റിയാക്റ്റീവ് അല്ല കാൽഷ്യം. അതുകൊണ്ട് തന്നെ താഴോട്ട് വരുന്നവർ, അതായത് റിയാക്ടിവിറ്റി സീരീസിൽ താഴോട്ട് വരുന്നവർ ഓരോ റിയാക്ഷൻസ് റേറ്റ് എന്ത് ചെയ്യും? കുറഞ്ഞാണ് വരുന്നത്. അതായത് റിയാക്ടിവിറ്റി സീരീസിന്റെ ടോപ്പിലുള്ള എലമെന്റാണ് പൊട്ടാസ്യവും സോഡിയവും കാൽഷ്യവും. അടുത്ത് വരുന്നതാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം വരുമ്പോൾ ഒരിക്കലും തണുത്തുള്ള കോൾഡ് വാട്ടറുമായിട്ട് പച്ചവെള്ള വാട്ടർ എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. അപ്പോൾ മഗ്നീഷ്യം തൊട്ട് താഴോട്ട് വരുമ്പോൾ കുറച്ച് എക്സ്റ്റെന്റ് വരെ നമുക്ക് ഹോട്ട് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യൂ, നല്ല ചൂടുവെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യൂ. അതിന് താഴോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അയണൊക്കെ ആ കാറ്റഗറി വരുന്നതാണ്. അയണിനൊക്കെ റിയാക്ട് ചെയ്യണമെങ്കിൽ സ്റ്റീം വേണം.
അതുപോലെ തന്നെ കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യാത്ത പറ്റാത്ത മെറ്റീരിയൽസും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് പറയുമ്പോൾ അത് ഓരോ എലമെന്റ്സിനെ നമ്മൾ എടുത്തു വെച്ച് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് റിയാക്ഷൻ വിത്ത് എന്താണ്, അത് മെറ്റൽസ് റിയാക്ഷൻ വിത്ത് എന്താണ്, വാട്ടർ എന്ന് പറയുന്നത്. മെറ്റൽസ് പിന്നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഫോം ചെയ്യുന്നത്. ഈ മെറ്റൽ ഓക്സൈഡ് കൊണ്ടുവന്ന് നമ്മൾ വാട്ടറുമായിട്ട് പിന്നെയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്തെങ്കിലും ഫോം ചെയ്യും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ഓരോന്ന് രണ്ട് റിയാക്ഷൻ നമ്മൾ എഴുതി. മാത്രമല്ല സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഡയറക്റ്റ് ആയിട്ട് വാട്ടറുമായിട്ട് റിയാക്ഷൻ നമ്മൾ അത് ചെയ്തുകൊണ്ട് പറഞ്ഞു. പിന്നെ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് ക്യാൻസർ ഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതായത് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെറ്റലും നമ്മുടെ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഡൈല്യൂട്ട് ആസിഡ് തന്നെ. ഓക്കെ, അതായത് ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെറ്റലും ഡൈല്യൂട്ട് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് പറയുന്നത്. ഡൈല്യൂട്ട് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആസിഡിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്തപ്പോഴാണ് എന്താകുന്നത്, ഡൈല്യൂട്ട് ആസിഡ്. ഓക്കെ, അപ്പൊ മെറ്റലും ഡൈല്യൂട്ട് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഇത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, മെറ്റലും ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആസിഡ് ബേസ് ഓൺ സോൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. മെറ്റൽസ് പ്ലസ് ആസിഡ് കേസ് എന്താണ്, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ ഈ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് മെറ്റൽസും ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ മെറ്റലിന്റെ സോൾട്ടും അതുപോലെ നമുക്ക് എന്ത് കിട്ടും, ഹൈഡ്രജൻ ഗ്യാസുമാണ് എന്ത് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HNO3, ഓക്കെ, നമ്മുടെ മെറ്റൽസ് HNO3 ആയി, അതായത് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസിന് പകരം ഫോം ചെയ്യുന്നത് വാട്ടറാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ മെറ്റൽസ് എന്താണ്, നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് അല്ല. ഹൈഡ്രജൻ ഗ്യാസിന് പകരം ഫോം ചെയ്യുന്നത് എന്താണ്, വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് മെറ്റൽസ് ഹൈഡ്രജൻ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജന് പകരം വാട്ടർ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, നമ്മുടെ HNO3 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. എന്താണ്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ HNO3 മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നതിനെ, അതായത് ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസ്, അവിടെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്നതല്ല, ഹൈഡ്രജൻ ഗ്യാസിനെ എന്താക്കും, വാട്ടർ ആക്കി ഓക്സിഡൈസ് ചെയ്ത് കളയും. അതായത് അവിടെ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റംസിനെ എല്ലാം കൂടെ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് കമ്പയർ ചെയ്ത് എന്തായി കളയും, വാട്ടർ ആക്കി മാറ്റിയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ നൈട്രിക് ആസിഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് HNO3 എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡും നമ്മുടെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസിന് പകരം വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് HNO3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എന്നും മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചിരിക്കുക. ഇനി പിന്നെ നമ്മുടെ ഈ HNO3 അളവ് എന്ന് പറയുന്നത് അത് വളരെ ഡയലൂട്ട് ആണെങ്കിൽ, വളരെ വീക്ക് ആണെങ്കിൽ, HNO3 എന്താണ് വളരെ അധികം ഡയലൂട്ട് ആണെങ്കിൽ നമ്മുടെ മഗ്നീഷ്യവും മാംഗനീസും, അതായത് മഗ്നീഷ്യവും മാംഗനീസുമായിട്ടാണ് HNO3 എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ, ഒരു കണ്ടീഷൻ ഉണ്ട്, HNO3 എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ ഡയലൂട്ടഡ് ആയിരിക്കണം. വളരെ ഡയലൂട്ടഡ് ആണെങ്കിൽ മാത്രം ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യാറുണ്ട്, ഫോം ചെയ്യാറുണ്ട് എന്നും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാവാത്തതായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കുകളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ, വിളിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്ലാസ് വളരെ ശ്രദ്ധയോടെ തന്നെ കാണുക. നമുക്ക് ഡൗട്ടുള്ളത് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി മാത്രമേ നമ്മുടെ 10th കെമിസ്ട്രിയിലുള്ളൂ. അത് വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശരി.